നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 629th day. Today 21st sloka of 1st skandam 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 629 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 21ാമത്തെ ശ്ലോകം. തത്ര ഋഗ്വേദരപ്പൈല സാമഗോ ജൈമിനി കവി വൈശംപായന ഏവൈകോ നിഷ്ണാദോ യജുഷാമുധ. ഓം തത്സത്. തത്ര ഋഗ്വേദരോപൈല സാമഗോ ജൈമിനി കവി വൈശംപായന ഏവൈകോ നിഷ്ണാദോ യജുഷാമുധ. ഓം തത്സത്. തത്ര അതിൽ ഋഗ്വേദധര ഋഗ്വേദത്തെ ധരിച്ചവൻ, പൈലഹ പൈലൻ, സാമക സാമം ഗാനം ചെയ്യുന്നവൻ, കവിം ജൈമിനി ദൂരദർശനമുള്ള ജൈമിനി. കവി എന്ന് പറഞ്ഞാൽ ദൂരദർശൻ. ജൈമിനി. യജുഷാം നിഷ്ണാദ യജുസിൽ മുങ്ങിയവൻ. വൈശംപായന ഏക ഏവ വൈശംപായനൻ ഒരുവൻ തന്നെ. അതായത് ആ 4 വേദങ്ങളെ ഓരോ ശിഷ്യന്മാരെ വ്യാസഭഗവാൻ പഠിപ്പിച്ചു. പൈലൻ എന്ന ശിഷ്യൻ ഋഗ്വേദത്തെയും, അതിവിദ്വാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ജൈമിനി സാമവേദത്തെയും, വൈശംപായനൻ യജുസിൽ മുങ്ങിയ വൈശംപായനൻ യജുസിൽ മുങ്ങിയ ഒരാൾ വൈശംപായനൻ മാത്രമേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ അവൻ ഒരുവൻ തന്നെ. ഏക ഏവ വൈശംപായന യജുഷാമുദ യജുഷാ ഉദ യജുസിൽ മുങ്ങിയ യജുഷാം നിഷ്ണാദ വൈശംപായന ഏക ഏവ. അങ്ങനെയാണ് അവിടെ പദം പിരിക്കുന്നത്. യജുർവേദത്തിൽ മുങ്ങിയത് വൈശംപായനൻ തന്നെ എന്ന്. വൈശംപായന് യജുർവേദം ജൈമിനിയെ സാമം വേദം ഋഗ്വേദത്തെ പൈലൻ എന്നിങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തത്ര ഋഗ്വേദരപ്പൈല ഋഗ്വേദത്തെ പൈലൻ ധരിച്ചു. സാമഗോ ജൈമിനി കവി കവി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന അതിവിദ്വാനായിട്ടുള്ള ജൈമിനി സാമവേദത്തെയും. വൈശംപായന ഏവൈകോ വൈശംപായനൻ ഏകൻ ഒരു ഏകൻ ഒരുത്തൻ. നിഷ്ണാദു മുങ്ങി, അതായത് അതിൽ മുങ്ങിയവൻ, യജുസിൽ മുങ്ങിയവൻ. യജുഷാമുദ വേദത്തിൽ മുങ്ങിയവൻ, അതായത് യജുർവേദത്തെ വൈശംപായനും പഠിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.